നമസ്കാരം. ബാക്കി പത്രത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഭാരതത്തിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നടന്നു. അതിലൊന്നായിരുന്നു കാശ്മീർ വിഷയത്തിൽ നടന്ന ഒരു സർവകക്ഷി യോഗം. ആ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ അടിസ്ഥാനപരമായ വ്യതിയാനം വരുത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ കക്ഷികളും അത് അംഗീകരിക്കുകയും ചെയ്തു. രണ്ട് കാര്യമാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. ഒന്ന്, പാക് അധീന കാശ്മീർ അത് പാകിസ്ഥാന്റെ അധീനതയിൽ ഇരിക്കുന്നതേ ഉള്ളൂ, അത് നമ്മുടെയാണ്. രണ്ട്, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരം അതിനെ ഭാരതം പിന്താങ്ങുന്നു. അത് ലെജിറ്റിമേറ്റായ സത്യസന്ധമായ ഒരു സ്വാതന്ത്ര്യ സമരമാണ്. ഈ രണ്ട് കാര്യങ്ങളായിരുന്നു. വേറെയും പല കാര്യങ്ങൾ പറഞ്ഞു, ഇതായിരുന്നു മുഖ്യം. കാശ്മീർ വിഷയത്തിൽ ഇന്ന് വരെ ഭാരതം പിന്തുടർന്നു വന്ന നിലപാടിൽ നിന്ന് അടിസ്ഥാനപരമായ ഒരു വ്യതിയാനമാണ് എന്ന് എല്ലാവരും പരക്കെ നരേന്ദ്രമോദിയുടെ നിലപാടിനെ വിലയിരുത്തി. ആ നിലപാട് ശരിയോ തെറ്റോ എന്നുള്ളതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നിലപാടിൽ മാറ്റം വന്നു എന്നുള്ളത് സത്യമാണ്. ഇത് പത്രപ്രവർത്തകർക്കും ലളിതമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. പത്രപ്രവർത്തകരുടെ ഇപ്പോഴത്തെ ഒരു ബെഞ്ച് മാർക്ക്, ഒരു മാതൃക, പല മാതൃകകളുണ്ട്, ചിലർ ഒരു മാതൃകയെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ വരാം. എന്നാലും പരക്കെ ചർച്ചാ വിഷയമാകുന്ന ഒരു പ്രധാന പത്രപ്രവർത്തകൻ ടൈംസ് നൗവിൻ്റെ അർണബ് ഗോസ്വാമിയാണ്. അർണബ് ഗോസ്വാമി ഇതിനെ സ്ട്രാറ്റജിക് ഷിഫ്റ്റ്, നയതന്ത്രപരമായ ഒരു മാറ്റം ആയിട്ടാണ് വിലയിരുത്തിയത്. അർണബ് ഗോസ്വാമി ആ വാർത്ത ജനങ്ങളോട് പറയുന്നത് എങ്ങനെ എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. Now there's a strategic shift in the government's Kashmir response. It's beyond news of talks with stakeholders. For the first time ever, the Prime Minister of India, Narendra Modi, has raised Baluchistan directly while asking for unity in exposing Pakistan's atrocities. അപ്പോൾ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ആയിട്ട് ഈ പത്രപ്രവർത്തകൻ അർണബ് ഗോസ്വാമി കാണുന്നത്. ഇതായിരുന്നു മറ്റുള്ളവരുടെയും എല്ലാം വിലയിരുത്തൽ. കേരളത്തിലെ പത്രപ്രവർത്തകർ ഇതൊക്കെ അറിഞ്ഞോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്, പ്രത്യേകിച്ചും TV മാധ്യമങ്ങളിൽ. ഇരിക്കട്ടെ, ഈ വിഷയത്തിൽ പാകിസ്ഥാനിൽ എന്തൊക്കെ സംഭവിച്ചു എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. പാക് അധീന കാശ്മീരിലെ ഗിൽഗിറ്റ്, ബാൾട്ടിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ പാകിസ്ഥാനെതിരായിട്ടും ഇന്ത്യയ്ക്ക് അനുകൂലമായിട്ടും വലിയ പ്രകടനങ്ങൾ നടന്നു. 10,000-കണക്കിന് ചെറുപ്പക്കാർ പങ്കെടുത്ത പ്രകടനങ്ങൾ. പാകിസ്ഥാന് ഗോ ബാക്ക് വിളിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ, TV ചാനലുകൾ ഇതൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഹിന്ദി ചാനലുകളിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു. കാരണം വാർത്ത നിങ്ങളിൽ എത്തിക്കണമല്ലോ. पाक अधिकृत कश्मीर के गिलगित बाल्टिस्तान में एक बार फिर पाकिस्तान के खिलाफ जो प्रदर्शन शुरू हुआ है उसी पर हम बातचीत करेंगे. स्थानीय लोगों ने बड़ी संख्या में इकट्ठा होकर पाकिस्तान वापस जाओ के नारे लगाए हैं. POK यानी पाकिस्तान ऑक्युपाइड कश्मीर के लोगों ने पाकिस्तान की सेना के खिलाफ काफी नाराजगी जताई है. स्थानीय लोगों ने यह आरोप लगाया है कि पाक सेना से 500 युवाओं को जबरन जेल में डाल दिया गया है. इसके अलावा लोग पाक चीन इकोनॉमिक कॉरिडोर का भी विरोध कर रहे हैं. जो नारा लगाएंगे उसके बाद मोहतरमा तारा जल्द से हम दरखास्त करेंगे. उससे पहले अनिवार्य साहब सीपे मेरे सिरों से बना लेंगे. क्या पाकिस्तान चाइना का हमसाया है? हमारे बगैर है? पाकिस्तान चाइना का हमसाया नहीं है. पाकिस्तान चाइना का हमसाया हमारी वजह से है. पाकिस्तान के 18 लाख आवाम की वजह से है, इस खित्ते की वजह से है. क्या दिया आपने हमें? नोटो रूल. तो एक तरफ लगातार पाकिस्तान के खिलाफ POK में आवाज बुलंद हो रही है, वहीं दूसरी तरफ अब भारत ने भी POK पर खुलकर ताल ठोक दी है. അപ്പോ 500 പേരെ അനാവശ്യമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്നു. പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ അവിടുത്തെ ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിക്കുന്നു.
കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ ഇതൊന്നും അറിയുന്നില്ല. ഇരിക്കട്ടെ, അതുമാത്രമല്ല, ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതാക്കളിൽ ഒരാൾ, ഒരു സ്ത്രീ, അവര് ടെലിവിഷനിലൂടെ നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിക്കുന്നു, അങ്ങ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് നന്നായി, ഞങ്ങളുടെ കാര്യം കൂടെ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയണം, ഞങ്ങളുടെ ശബ്ദം അവിടെ കേൾപ്പിക്കാൻ ആരുമില്ല എന്ന് ഒരു സ്ത്രീ നേതാവാണ് അവരാവശ്യപ്പെടുന്നു. ആ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കൂ. കേരളത്തിൽ ഇതൊന്നും ആരും അറിയിക്കുന്നില്ലേ? എന്തൊരു കഷ്ടമാണ്. നോക്കാം നമുക്കതൊന്ന്. We hope that you will raise this issue in coming September in UN session, and we are with you, and we people of Baluchistan and Baltistan and Pakistani occupied Kashmir, we all thank you. ബലൂചിസ്ഥാനിലും പാക് അധീന കാശ്മീരിലെയും ജനങ്ങളുടെ പേരിൽ ആ സ്ത്രീ നരേന്ദ്രമോദിക്ക് അഥവാ ഭാരതത്തിന് നന്ദി പറയുന്നു. ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഒരു ഇന്റേണൽ മാറ്ററാണ്, അവരുടെ സ്വന്തം കാര്യമല്ലേ, നമ്മൾ എന്തിന് തലയിടുന്നു എന്നൊരു സാധാരണ ചോദ്യം എല്ലാവരും ചോദിക്കും. അങ്ങനെയല്ല. 1947 ഓഗസ്റ്റ് 14-നാണ് പാകിസ്ഥാൻ സ്വതന്ത്രമാകുന്നത്, 15-ന് ഇന്ത്യ സ്വതന്ത്രമാകുന്നു. ആ സമയത്ത് ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമാണ്. നമ്മുടെ നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, ബർമ്മ എന്നൊക്കെ പറയുന്ന പോലെ ഒരു രാജ്യമായിരുന്നു ബലൂചിസ്ഥാൻ. 1948 ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ്, ഒരു വർഷം തികയാൻ കുറച്ച് മാസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ജിന്ന പട്ടാളത്തെ അയച്ച് ബലൂചിസ്ഥാൻ ആക്രമിച്ച് കീഴടക്കുന്നത്. മറ്റൊരു അയൽരാജ്യമായ ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ കീഴടക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യ സമരം ന്യായമല്ലേ? അവരെ ബലം പ്രയോഗിച്ച് കീഴടക്കിയതല്ലേ? വർഷം എത്രയായി? കഴിഞ്ഞ 70 വർഷമായിട്ട് അവർ സ്വാതന്ത്ര്യ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ശരി, നമ്മളതിൽ വെറുതെ തലവെച്ച് മോശമാക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാതെയിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. കാശ്മീരിൽ നടക്കുന്നത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പാകിസ്ഥാൻ പറയുകയാണെങ്കിൽ അതിലും ഭേദപ്പെട്ട സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ബലൂചിസ്ഥാനിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. സത്യമല്ലേ? നേരല്ലേ പ്രധാനമന്ത്രി പറയുന്നത്? ഈ നേരെ നമ്മൾ വഴക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു ബാലൻസിൽ പോവുകയാണ്, പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാതിരുന്നത്. പക്ഷേ പാകിസ്ഥാൻ കേറി വരുന്നു. പാകിസ്ഥാന്റെ ചെയ്തികൾ ലോകത്തിനു മുമ്പിൽ തുറന്നു കാണിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് ഭാരതം തീരുമാനിച്ച നിമിഷമാണ്. അത് കേരളം അറിയാതെ പോകുന്നത് കഷ്ടമല്ലേ? പാകിസ്ഥാനിലെ ടെലിവിഷൻകാരാണെങ്കിലോ അവര് ഇന്ത്യ വിരുദ്ധ ചർച്ചകൾ, ഇവിടെയും നടക്കുന്നത് ഇന്ത്യ വിരുദ്ധ ചർച്ചകൾ, അവിടെയും നടക്കുന്നത് ഇന്ത്യ വിരുദ്ധ ചർച്ചകൾ. അവരുടെ നിഗമനം നരേന്ദ്രമോദി ഇത് ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന്റെ തയ്യാറെടുപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. അവര് ഒരു 2 വർഷം മുമ്പ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്ത ഒരു ഇന്റർവ്യൂ അല്ല, ആപ്കി അദാലത്ത് എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയ ഒരു പ്രോഗ്രാമാണത്, രജത് ശർമ്മയുടെ. ആ ഇന്റർവ്യൂവിൽ ഡോക്ടർ സ്വാമി പറഞ്ഞ കാര്യങ്ങൾ, പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. പാകിസ്ഥാനെ 4 കഷ്ണമാക്കണം, പിന്നീട് 8 കഷ്ണമാക്കണം, പിന്നീട് പാകിസ്ഥാനെ ഇല്ലാതെയാക്കണം. എന്നെ നോവിച്ചാൽ നിന്നെ ഞാനും നോവിക്കും എന്ന് മനോഹർ പാരിക്കർ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് എന്ന് സ്വാമി ക്ലെയിം ചെയ്യുന്നു. രസം അതുമാത്രമല്ല, ഞാൻ ആ വിഷ്വൽ നിങ്ങളെ കാണിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. പാകിസ്ഥാന്റെ സ്വഭാവം പട്ടിയുടെ വാല് പോലെയാണ്, അത് നേരെയാക്കിയാൽ വിടുമ്പോൾ പിന്നെയും വളഞ്ഞിരിക്കും എന്ന് ഒരു കമന്റ് സ്വാമി പറയുന്നു. ആ കമന്റ് മാത്രം പി എന്നൊരു ഒച്ചയിലൂടെ പാകിസ്ഥാൻ TV ബ്ലാങ്ക് ആക്കി കളയുന്നു. പക്ഷെ നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും, അദ്ദേഹത്തിന്റെ ആക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആക്ഷൻ ശബ്ദം മാത്രമല്ലേ അവർക്ക് പി വെച്ച് മറയ്ക്കാൻ പറ്റുള്ളൂ, ആക്ഷൻ മറയ്ക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് സുപരിചിതമായ ഒരു ഉദാഹരണമായതുകൊണ്ട് അതും നമുക്ക് മനസ്സിലാവും. ഡോക്ടർ സ്വാമിയുടെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. सुनते हैं वो क्या कहते हैं पाकिस्तान के बारे में। मैं समझता हूँ कि बदला कभी लेना है, क्योंकि ये रोज हमें तंग करते रहते हैं। हम कहाँ है, पठानकोट हो गई, हम वहां जाकर चाय पीकर आए और इन्होंने क्या इस शिष्टाचार और इस स्नेह के लिए उन्होंने क्या बदला जवाब दिया। ये पाकिस्तान का कभी सीधा नहीं होने वाला है, और इसके लिए कहीं ना कहीं जैसे पारिकर ने बिल्कुल ठीक कहा, हमें दर्द दोगे तो हम भी तुम्हें दर्द देंगे, तभी तुम समझोगे। तो एक बार हमने 2 टुकड़ा किया, इस बार 4 टुकड़ा, अगले बार 8 टुकड़ा, और आखिर में पाकिस्तान कहीं दिखाने नहीं। ഇനി നമുക്ക് വാർത്തയെ പറ്റിയുള്ള ചർച്ചയിലേക്ക് പോകാം. ഏഷ്യാനെറ്റിലെ ചർച്ച വിനു വി ജോൺ നയിക്കുന്നു. വിനു വി ജോണിന്റെ കണ്ടെത്തലിൽ പ്രത്യേകമായിട്ടൊന്നും തന്നെ ഈ സർവകക്ഷി യോഗത്തിൽ സംഭവിച്ചിട്ടില്ല.
പാക് അധീന കാശ്മീർ നമ്മുടെയാണെന്ന് പറഞ്ഞു. അത് പണ്ടും നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതിലിപ്പോൾ എന്താ ഇത്ര പുതുമ? ഒന്നും സംഭവിച്ചിട്ടില്ല. പഴയതിൻ്റെ ആവർത്തനം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് വിനു പറയുന്നു. മാത്രമല്ല, വിനു പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റും കൂടെ നടത്തുന്നു. എൻ്റെ ഈ ചർച്ചയിൽ വിനു പറയുകയാണ്, എൻ്റെ ചർച്ചയിൽ രാഷ്ട്രീയ വാഗ്വാദം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് വിദഗ്ധന്മാരെ വിളിച്ചിരിക്കുന്നു. ഒന്ന് MK ഭദ്രകുമാർ, മറ്റത് മാത്യു ജോസഫ്, ജാമിയ മില്ലയിലെ ഒരു പ്രൊഫസറാണ്. വിനുവിൻ്റെ വാക്കുകൾ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റാറ്റസ് കോയാണ് എന്ന് വിനു പറയുന്ന കാര്യം, രാഷ്ട്രീയക്കാരല്ല വിദഗ്ധരാണ് എന്ന് വിനു പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കശ്മീരിൽ സംഘർഷം പരിഹരിക്കാൻ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നടപടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും ഇവിടെ പാകിസ്ഥാൻ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനം തുറന്നു കാണിക്കണമെന്നും മോദി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു. കശ്മീരിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉൾപ്പെട്ട സംഘത്തെ അയക്കുന്ന കാര്യത്തിൽ ദില്ലിയിൽ നടന്ന യോഗത്തിൽ തീരുമാനമായില്ല. വിഷയത്തിൽ നയതന്ത്ര വിദഗ്ധനായ ശ്രീ MK ഭദ്രകുമാർ, ജാമിയ മിലിയ സർവകലാശാലയിലെ അധ്യാപകൻ പ്രൊഫസർ മാത്യു ജോസഫ് എന്നിവരാണ് പ്രതികരിക്കുന്നത്. മനഃപൂർവ്വമാണ് രാഷ്ട്രീയ വാഗ്വാദത്തിന് വഴിയൊരുക്കാതെ ഈ രണ്ട് വിദഗ്ധരെ മാത്രം ഉൾപ്പെടുത്തി ഈ ചർച്ച സംഘടിപ്പിച്ചത്. അപ്പൊ നോക്കൂ, കൃത്യമായിട്ട് വിനു പറയുന്നു, പാക് അധീന കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പുറത്തു കൊണ്ടുവരും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പക്ഷെ മാറ്റമൊന്നുമില്ല. ബലൂചിസ്ഥാന്റെ കാര്യം വിനു അറിഞ്ഞ മട്ടില്ല. രാഷ്ട്രീയ വാഗ്വാദം ഒഴിവാക്കാനായിട്ട് രണ്ട് വിദഗ്ധരെയും വെച്ചിരിക്കുന്നു. അതിലൊരു വിദഗ്ധനാണല്ലോ ഭദ്രകുമാർ. ഭദ്രകുമാറിന്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കുക. അദ്ദേഹവും ഏകദേശം വിനു പറഞ്ഞത് തന്നെ പറയുന്നു. ഒന്ന് കേട്ടു നോക്കൂ. ചുരുക്കത്തിൽ, തുടക്കത്തിൽ തന്നെ വളരെ ചുരുക്കി ഞാൻ ഒരു രണ്ട് വാക്കിൽ ഇത് പറയുകയാണെങ്കിൽ, ഇന്ന് ടെലിവിഷനിൽ ഈ സർവകക്ഷി യോഗത്തിൻ്റെത് കണ്ടപ്പോഴും അതിനു മുമ്പ് ലോക്സഭയിലെ ഈ ഡിബേറ്റ് മുഴുവൻ ഞാൻ വളരെ ശ്രദ്ധിച്ചു കണ്ടു. രാജ്യസഭയിലതും കേട്ടു. അതിൽ നിന്നും എനിക്ക് തോന്നുന്നത് ഈ ഇംഗ്ലീഷിലൊരു പദവിയുണ്ടല്ലോ, ഡേയാവു എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ പണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന ആ ഒരു പ്രതീതിയാണ് മനസ്സിലുണ്ടായത്. ഇത് ഒരു വളരെ ക്ഷീണിച്ച് പ്രായമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം 60 വർഷക്കാലം ഇതിനെ വളരെ വളരെ മോശപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്ത് ഒരു വലിയ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എന്താ പറയുക ഈ വിദഗ്ധനെ പറ്റി? ഇദ്ദേഹവും ബലൂചിസ്ഥാൻ എന്നുള്ള വാക്ക് കേട്ടിട്ടേയില്ല. സർവകക്ഷി യോഗത്തെ ചൊല്ലി ലോകം മുഴുവൻ നടക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിന്റെ നിലപാട് മാറ്റത്തെ ചൊല്ലി ലോകം മുഴുവൻ നടക്കുന്ന, പ്രത്യേകിച്ചും പാകിസ്ഥാനിലും ബലൂചിസ്ഥാനിലും നടക്കുന്ന പ്രതികരണങ്ങൾ ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഇദ്ദേഹം പറയുന്നത് വൃദ്ധ നേതൃത്വം പണ്ട് മുതലേ ചെയ്തുകൊണ്ട് വന്നിരുന്നു, പിന്നെയും ചെയ്തിരിക്കുന്നു, വലിയ പ്രതിസന്ധിയാണ്, ഞാൻ എന്ത് ചെയ്യാനാണ്. ദേഴാവ്യൂ ആണ്. ദേഴാവ്യൂ അദ്ദേഹം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ദേഴാവ്യൂ അത് ചെറിയൊരു കാര്യമാണ്. ദേഴാവു ഒരു ഫ്രഞ്ച് വാക്കാണ്. ഒരു സംഭവം നമ്മൾ കാണുമ്പോൾ ഇത് പണ്ട് നടന്നിട്ടുണ്ടല്ലോ എന്ന് തോന്നുക, അതിന്റെ ആവർത്തനമാണല്ലോ എന്ന് ഓർമ്മ വരിക. ആ ഒരു പ്രതിഭാസത്തിനാണ് ദേഴാവ്യൂ. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ദേഴാവ്യൂ അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനു മുമ്പ് ആരെങ്കിലും ബലൂചിസ്ഥാന്റെ കാര്യം പറഞ്ഞിരുന്നോ ഏതെങ്കിലും പ്രധാനമന്ത്രി? ഇല്ല, ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. ഇരിക്കട്ടെ, ഭദ്രകുമാർ ആരാണ് എന്നുകൂടെ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഭദ്രകുമാർ രാഷ്ട്രീയക്കാരനല്ല, വിദഗ്ധനായിട്ടാണല്ലോ വിനു വിളിച്ചിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, 1957-ലും 62-ലും ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയ കമ്മ്യൂണിസ്റ്റ് MP, അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റുകാരനായ MP MK കുമാരന്റെ മകനാണ് MK ഭദ്രകുമാർ. ആണേ, അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മകൻ കമ്മ്യൂണിസ്റ്റുകാരനാവണമെന്നുണ്ടോ? ഇല്ല, നമുക്ക് അങ്ങനെ ഒരു കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ 2007-ൽ അമേരിക്കൻ എംബസി, ഡൽഹിയിലെ അമേരിക്കൻ എംബസിയിൽ നിന്ന് വാഷിംഗ്ടൺ DC-യിലേക്ക് ഒരു കേബിൾ പോയി. ഈ കേബിളുകളെല്ലാം ജൂലിയൻ അസാഞ്ചെ വിക്കിലീക്സ് വഴി പുറത്താക്കിയല്ലോ. ലോകത്തെ മുഴുവൻ രഹസ്യങ്ങൾ അദ്ദേഹം വലിച്ചു പുറത്തിട്ടു, പ്രത്യേകിച്ചും അമേരിക്കയുടെ. അതിനകത്ത് പുറത്തിട്ട ഒരു കേബിളിൽ 2007-ൽ ഡൽഹിയിലെ അമേരിക്കൻ എംബസിയിൽ നിന്ന് വാഷിംഗ്ടൺ DC അമേരിക്കയിലേക്ക് പോയൊരു കേബിളുണ്ട്. ആ കേബിൾ, അതിൽ മിസ്ചീഫ് ഓഫ് ഇറാൻ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, പക്ഷേ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 2-3 ലൈൻ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ന്യൂ ഇറാനിയൻ മിസ്ചീഫ്, ആ ചുമന്നതിൽ ആ കാവി കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂ ഇറാനിയൻ മിസ്ചീഫ്. ഇറാന്റെ
ഒരു മിസ്ചീഫ്, അതിനെപ്പറ്റിയാണ് ഈ കേബിൾ. ആ കേബിളിൽ പറയുന്നത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോജക്റ്റിന് അനുകൂലമായിട്ട് ഭാരതത്തിൽ അഭിപ്രായം രൂപീകരിക്കാൻ മൻമോഹൻ സിംഗ് സർക്കാരിനെ സ്വാധീനിക്കാനുള്ള ഒരു 10 പേരെ ഇറാൻ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ 10 പേർക്ക് ഇറാനിലേക്ക് പോകാനുള്ള ഫ്രീ ആയിട്ട് അവരുടെ യാത്രയും സുഖസൗകര്യങ്ങളും എല്ലാം നോക്കാൻ ഇറാൻ തയ്യാറാണ്. 10 പേരെ നോട്ട് ചെയ്തിരിക്കുന്നു. 10 പേരെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നു. ആ 10 പേരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയാമോ? ഞാൻ വായിക്കാം. നൊട്ടോറിയസ് അമേരിക്ക ക്രിട്ടിക്സ്, കുപ്രശസ്തരായ അമേരിക്കൻ വിമർശകർ, ഈ 10 പേർ. പൊളിറ്റീഷ്യൻസ്, സ്കോളേഴ്സ് ആൻഡ് കമന്റേറ്റേഴ്സ്, ഇതുമാണ്. രാഷ്ട്രീയക്കാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഇവരൊക്കെയുണ്ട്. ആ കൂട്ടത്തിൽ, ആ 10 പേരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് MK ഭദ്രകുമാറിന്റെ പേരും കാണാം. അതിന്റെ 2ാമത്തെ പേജ് ടിവിയിൽ കാണുന്നത് ശ്രദ്ധിക്കുക. MK ഭദ്രകുമാർ, ഫോർമർ അംബാസഡർ ടു ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് ടർക്കി. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിന്റെ ജോലി എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഇറാനിൽ കൊണ്ടുപോയത്? ഭാരതത്തെ ഇറാൻ അനുകൂലമായിട്ടും അമേരിക്കയ്ക്കെതിരായിട്ടും ചിന്തിപ്പിക്കാനും പ്രചരിപ്പിക്കാനും. അതിന്റെ കൂടെ കേബിളിൽ വീണ്ടും പറയുന്നു, UPA ഗവൺമെന്റ് ഈസ് ഡീപ്ലി ഇൻട്രസ്റ്റഡ് ഇൻ അപ്പീസിംഗ് ഇറ്റ്സ് മുസ്ലിം ആൻഡ് ലെഫ്റ്റ് ഫ്രണ്ട് സപ്പോർട്ടേഴ്സ്. അന്നത്തെ UPA സർക്കാർ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഇടതുപക്ഷക്കാരെയും മുസ്ലിം പക്ഷപാതികളെയും പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇറാൻ മുതലെടുക്കുന്നത്. അതായത് ഇടതുപക്ഷക്കാരെയും മുസ്ലിം സപ്പോർട്ടേഴ്സിനെയും UPA സർക്കാർ കൂടെ നിർത്തുന്നു. ഇവർക്കൊരു അഡീഷണൽ ജോലി ഇറാൻ കൊടുക്കുന്നു. അതിന്റെ പ്രതിഫലമായിട്ട് ഇറാനിൽ ഇവരെ ഉല്ലാസയാത്രയ്ക്ക് ക്ഷണിക്കുന്നു. കൂടെ ഇറാന്റെ 2 ആണവ നിലയങ്ങളും കാണിക്കുന്നു. ഇതാണ് അമേരിക്ക എംബസി രഹസ്യമായിട്ട് വാഷിംഗ്ടൺ DC അയച്ച കേബിൾ. ഈ മനുഷ്യനെയാണ്, ഈ MK ഭദ്രകുമാറിനെയാണ് ഏഷ്യാനെറ്റിന്റെ വിനു വി ജോൺ നിഷ്പക്ഷനായ വിദഗ്ധനായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിനു സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകനാണ്. വിനു പ്രേക്ഷകരെ കളിപ്പിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിനുവിനും കൂടെ ചേർത്ത് ഭദ്രകുമാർ കളിപ്പിച്ചതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു TV ആങ്കർമാരുടെ ജീവിതം പൊതുവെ തിരക്ക് പിടിച്ചതാണ്. ഒരു കാര്യവും അവർക്ക് ഡീപ്പായിട്ട് പഠിക്കാനൊന്നും സമയം കിട്ടാറില്ല. കാണുമ്പോൾ അവർ വിശ്വസിക്കും, ശരി, യോഗ്യനാണ്, ഇന്ത്യൻ IFS ഉണ്ടായിരുന്നു, യെസ്, ഭദ്രകുമാർ പത്രത്തിൽ എഴുതാറുണ്ട്, TVയിൽ വരാറുണ്ട്, കഴിഞ്ഞു, വിദഗ്ധനാണ്, അദ്ദേഹത്തെ വിളിക്കും. ഭദ്രകുമാറിന് രാഷ്ട്രീയമുണ്ടോ എന്ന് റിസർച്ച് ചെയ്യാനുള്ള സമയമൊന്നും വിനു വി ജോണിനില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഭദ്രകുമാർ സമർത്ഥമായിട്ട് വിനു വി ജോണിനെ പറ്റിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ വിനു വി ജോണിനോട് തുറന്ന് ജനങ്ങളോട് ഭദ്രകുമാർ പറയണമായിരുന്നു, അങ്ങനെയല്ല, എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, അത് പ്രോ ലെഫ്റ്റ് പ്രോ മുസ്ലിം രാഷ്ട്രീയമാണ്, ഞാൻ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമല്ല, പക്ഷെ എനിക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് പറയാനുള്ള തന്റെ ഇടം ഭദ്രകുമാർ കാണിക്കണമായിരുന്നു. കുറെ കാലമായി ഈ മനുഷ്യൻ നിഷ്പക്ഷനാണ് എന്നുള്ള ഒരു മേൽവിലാസത്തോടുകൂടി മാധ്യമങ്ങളിൽ ചുറ്റി നടക്കുന്നു. അത് ശരിയല്ല. രാഷ്ട്രീയത്തിൽ എനിക്ക് വിരോധമൊന്നുമില്ല, രാഷ്ട്രീയം തുറന്നു പറഞ്ഞോളൂ, അതുകൊണ്ട് എന്താ തെറ്റ്? അല്ലാതെ അത് ഒളിപ്പിച്ചു വയ്ക്കരുത്. അവിടെയാണ് ഈ ചർച്ചയ്ക്കകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. അടുത്തത് ഈ ചർച്ചയിലെ പ്രൊഫസർ മാത്യു ജോസഫാണ്. അദ്ദേഹവും വിദഗ്ധനാണല്ലോ. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കുക. അദ്ദേഹം സംസാരിക്കുമ്പോൾ വിനു വി ജോണിന്റെ ബോഡി ലാംഗ്വേജ്, വിനു വി ജോൺ താഴെ നോക്കി എന്തോ കടലാസൊക്കെ എടുക്കുകയോ വായിക്കുകയോ സ്വയം ഒന്ന് ചെറുതായിട്ട് പുഞ്ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കണം. ഞാൻ ഈ ബാക്കി പത്രത്തിലൂടെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി, ഈ TV ചർച്ചകളിൽ ശരീരഭാഷയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ശരീരഭാഷയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ പ്രസരിപ്പിക്കും. തന്റെ സംസാരം തടസ്സപ്പെട്ടത് തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാവും. ദേഷ്യം കൊണ്ട് മനസ്സിലാക്കുന്നവരുണ്ട്, കൈ ചൂണ്ടി സംസാരിക്കുന്നവരുണ്ട്, പലരും ഉണ്ട്. ആങ്കർമാരുടെ ശരീരഭാഷ ആരും ശ്രദ്ധിക്കാറില്ല. അതും കൂടെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇനി മാത്യു ജോസഫിന്റെ വാക്കുകളിലേക്ക്. ദീർഘകാലമായി കാശ്മീർ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മുസമ്മിൽ ജമീൽ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ പത്രപ്രവർത്തകൻ ഇന്ത്യൻ എക്സ്പ്രസിൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനമുണ്ട്. 22 വർഷമായി കാശ്മീരിലെ രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകനാണ് അദ്ദേഹം.
അദ്ദേഹം ഈ സർവകക്ഷി യോഗത്തിന് തൊട്ടു മുന്നായി അദ്ദേഹം ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ. അതിൽ ഞാൻ പറയുന്നത്, ഞാൻ 22 വർഷമായി ഈ കാശ്മീർ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇന്ന് ഈ ലേഖനം എഴുതാനിരിക്കുമ്പോൾ എന്റെ മുന്നിൽ എനിക്ക് കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. തീയതികൾ വെട്ടിമാറ്റുക, പേരുകൾ വെട്ടിമാറ്റുക, മറ്റൊന്നും എനിക്ക് ചെയ്യേണ്ടതില്ല. എല്ലാം പഴയ പോലെ തന്നെയാണ്. ന്യൂഡൽഹിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിർദ്ദേശങ്ങളും സമാധാന ശ്രമങ്ങൾക്കും എല്ലാം ഒരേ സ്വഭാവമാണ്. യാതൊന്നും എനിക്ക് മാറ്റേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം പറയാറുണ്ട്. അത് നാം സൂചിപ്പിക്കുന്നത് ഒരു വ്യത്യാസമേ ഉള്ളൂ. തീർച്ചയായും ശ്രീ മാത്യു ജോസഫ് അദ്ദേഹം പറഞ്ഞത് ദർ ഇസ് എ സ്ക്രിപ്റ്റ്, എ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഉറപ്പായും ഇപ്പോൾ തീരുമാനിക്കും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച നടത്തും. ഇവിടെ ശ്രദ്ധിക്കുക, മുസമ്മൽ ജലീലിന്റെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ലേഖനമാണ് മാത്യു ജോസഫ് ആവർത്തിക്കുന്നത്. ആ ലേഖനം, അതിന്റെ പ്രിന്റ് ഔട്ട് വിനുവിന്റെ കയ്യിലും ഇരിക്കുന്നു. എനിക്ക് തോന്നിയൊരു സംശയം, മാത്യു ജോസഫ് ജാമിയ മിലിയ സർവകലാശാലയിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഡൽഹിയിലാണ്, ഇനി തിരുവനന്തപുരത്താണെന്ന് തന്നെ വയ്ക്കുക. മാത്യു ജോസഫ് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന അന്ന് രാവിലെ വന്ന ലേഖനം കോട്ട് ചെയ്യും എന്ന് വിനു എങ്ങനെ അറിഞ്ഞു? വിനുവിന്റെ കയ്യിൽ ആ ലേഖനത്തിന്റെ പ്രിന്റ് ഔട്ട് എങ്ങനെ വന്നു? അത് മാത്രമല്ല, ഈ മുസമ്മൽ ജലീലിന്റെ ലേഖനം കേരളത്തിൽ ഇറങ്ങുന്ന ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലല്ല, ഉത്തരേന്ത്യയിൽ ഇറങ്ങുന്ന ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടല്ലോ, അതിലാണ് ഈ ലേഖനം. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോൾ ഉത്തരേന്ത്യയിൽ ഇറങ്ങിയ ഇന്ത്യൻ എക്സ്പ്രസ് പെട്ടെന്നൊന്നും തിരുവനന്തപുരത്ത് കിട്ടുകയില്ല. അപ്പോൾ അതിന്റെ വെബ് എഡിഷനിൽ നിന്നെടുത്ത പ്രിന്റ് ഔട്ടാണ്. സംഗതി വ്യക്തമാണ്. ഞാൻ പറയാൻ പോകുന്നത് എന്താണ് എന്ന് മാത്യു ജോസഫ് നേരത്തെ തന്നെ വിനുവിനോട് പറഞ്ഞിരിക്കുന്നു. വിനു അതിനെ പറ്റിയ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നു. മാത്യു ജോസഫ് സംസാരിക്കുന്നു, വിനു പുട്ടിന് പീര ചേർക്കുന്ന പോലെ കൂടെ ചേർക്കുന്നു. ലേഖനത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസും കൂടെ വിനു കോട്ട് ചെയ്യുന്നു. ഇതല്ലേ ഈ അറേഞ്ച്ഡ് ചർച്ച എന്ന് പറയുന്നത്? ഒരുപക്ഷെ ഈ അറേഞ്ച്മെന്റ് പൊളിയുമെന്ന് ഭയന്നിട്ടാണോ മറ്റ് രാഷ്ട്രീയക്കാരെ വിളിക്കാഞ്ഞത്? വാഗ്വാദം ഭയന്നിട്ടാണെന്നൊക്കെ പറയുമെങ്കിലും വാസ്തവത്തിൽ ഇതുപോലത്തെയുള്ള ആ ചില്ലറ അഡ്ജസ്റ്റ്മെന്റുകൾ വെളിപ്പെടുത്തപ്പെട്ടെങ്കിലോ എന്ന് ഭയന്നിട്ടാണോ വിളിക്കാത്തത്? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നതേ, ഈ ചർച്ചകൾ, കേരളത്തിലെ വാർത്തകൾ, കേരളത്തിലെ ചർച്ചകൾ, ഇതിന്റെ എല്ലാം പുറകിൽ വ്യക്തമായ ഒരു അജണ്ട, ഡേ ബൈ ഡേ, അവർ ബൈ അവർ, മിനിറ്റ് ബൈ മിനിറ്റ് തെളിഞ്ഞ് വരുന്നത് ശ്രദ്ധയോടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല ആങ്കർമാരുടെയും കയ്യിലേക്ക് ഇടയ്ക്ക് കടലാസ് കഷ്ണങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ക്യാമറയെ വെട്ടിച്ചിട്ടാണ് ഇവർ കടലാസ് കഷ്ണമൊക്കെ കൈമാറാറുള്ളത്. അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതിന്റെ മറുപടി, അത് ഇതൊക്കെ തെറ്റൊന്നുമില്ല അതിൽ. അങ്ങനെയൊക്കെ തന്നെ തയ്യാറെടുത്താണ് ചെയ്യേണ്ടത്. പക്ഷേ സോ ബ്ലേറ്റന്റ് ആയിട്ട്, ഓപ്പണായിട്ട്, തെളിവായിട്ട്, വെളിവായിട്ട് ഒരു പാനലിസ്റ്റും ആങ്കറും തമ്മിലുള്ള ധാരണ പുറത്തു വരുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് എന്നെനിക്ക് തോന്നുന്നു. മാത്രവുമല്ല മാത്യു ജോസഫ് വിദഗ്ധനാണോ? അതും നമ്മൾ നോക്കണ്ടേ. മാത്യു ജോസഫിന് ഞാൻ കൂടുതൽ റിസർച്ച് ഒന്നും ചെയ്തില്ല. മാത്യു ജോസഫിന്റെ പബ്ലിക്കായിട്ട് ട്വിറ്റർ ഹാൻഡിൽ പബ്ലിക്കാണല്ലോ, ആർക്കും കയറി വായിക്കാവുന്നതാണല്ലോ. മാത്യു ജോസഫിന്റെ ട്വിറ്റർ ഹാൻഡിൽ നോക്കുക. ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആ സ്ക്രീനിൽ നോക്കിക്കോളൂ. കനയ്യകുമാർ, JNU, ലാൽ സലാം. മാത്യു ജോസഫിന്റെ രാഷ്ട്രീയം ഉണ്ടോ? മാത്യു ജോസഫിന്റെ രാഷ്ട്രീയം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടോ? കനയ്യകുമാർ, JNU, ലാൽ സലാം. ഒരു ട്വീറ്റ്. അടുത്ത ട്വീറ്റ്, റെഡ് സല്യൂട്ട് ടു കോമ്രേഡ് ബർദാൻ. CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയൊക്കെ ആയിരുന്ന മരിച്ചുപോയ ബർദാൻ മരിച്ച ദിവസം ഇദ്ദേഹത്തിന്റെ ട്വീറ്റാണ്. മാത്യു ജോസഫിന് രാഷ്ട്രീയമുണ്ടോ? പക്ഷേ ഇത് വെച്ച് രാഷ്ട്രീയം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാൾ മരിച്ചപ്പോൾ ഒരു മെസ്സേജ് കൊടുത്തു, അത് വെച്ച് അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കനയ്യകുമാർ JNUവിൽ തെളിയുന്നൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. ഒരു ട്വീറ്റ് കൂടെയുണ്ട്, ബീഹാർ വിക്ടറി ഓഫ് ടോളറൻസ്. അതാണ് എഴുതിയിരിക്കുന്ന ആ ട്വീറ്റിൽ. ബീഹാറിൽ ടോളറൻസിന്റെ വിജയം. ഇതിന്റെ രാഷ്ട്രീയം പ്രേക്ഷകർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നില്ലേ? മാത്യു ജോസഫിന്റെ രാഷ്ട്രീയം. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ, AISA, CPI MLന്റെ, CPI മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, അവരുടെ വിദ്യാർത്ഥി സംഘടനയാണ് AISA JNUവിലെ. പഠിക്കുന്ന കാലത്ത് മാത്യു ജോസഫും അതിന്റെ ഒരു പ്രവർത്തകനായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഇതൊന്നും തെറ്റുള്ള കാര്യമല്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട്
ഞാൻ രാഷ്ട്രീയക്കാരനല്ല വിദഗ്ധനാണ് എന്ന് പറഞ്ഞ് ബലം പിടിക്കുമ്പോൾ പരമപുച്ഛം തോന്നില്ല. ഇവിടെയും ഞാൻ സംശയിക്കുന്നത് മാത്യു ജോസഫ് പാവം വിനുവിനെ പറ്റിച്ചതായിരിക്കും. അല്ല, അത് വിനു പ്രേക്ഷകരെ പറ്റിക്കാൻ കൂട്ടുനിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേരളത്തിലെ ആങ്കർമാരിൽ സത്യസന്ധനായ ഒരു ആങ്കറാണ് വിനു. അതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ഇത് മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ ആരാരെ പറ്റിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ പ്രേക്ഷകർ കബളിപ്പിക്കപ്പെടുന്നു, നിരന്തരം കബളിപ്പിക്കപ്പെടുന്നു. നേരോടെ നിർഭയം നിരന്തരം കബളിപ്പിക്കപ്പെടുന്ന മലയാളി പ്രേക്ഷകർക്ക് ഈ ബാക്കി പത്രം ഞാൻ സമർപ്പിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.